എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട പൊതു അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ആ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ആ വീഡിയോ ഒന്ന് മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയത്തില്ലാത്തവർക്ക് ഒരു സഹായമാകട്ടെ. വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉടനെ ഉണ്ടാകും, അതിനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ് എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറ്റം വരുന്ന ചില നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മാസത്തെ പെൻഷൻ തുക ഇനി കിട്ടുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കിയിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഒരു കുമ്മിള പോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ശമ്പളം കിട്ടത്തില്ലാത്ത അല്ലെങ്കിൽ കിട്ടുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വളരെ ചുരുങ്ങിയ രീതിയിലുള്ള വിതരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, വിപണിയിൽ പണത്തിന്റെ അളവ് ഗണ്യമായിട്ട് അല്ലെങ്കിൽ പണലഭ്യത കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈ ഒരു അവസ്ഥയിലാണ് ക്ഷേമ പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ എന്ന് വിതരണം ചെയ്യുമെന്നുള്ള ചോദ്യങ്ങൾ അവിടെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് മുൻപ് പറഞ്ഞിരുന്നു വെച്ചാൽ ഈ ഒരു ലോക്സഭാ ഇലക്ഷന് മുമ്പ് 2 മുതൽ 3 മാസത്തെ തുക വരെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുമെന്നുള്ള ഒരു സാഹചര്യമാണ്. നിലവിൽ ഇതിന് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പോലും പണം നൽകുവാനില്ലാത്ത സംസ്ഥാന സർക്കാർ ഏത് രീതിയിൽ പണം വിതരണം ചെയ്യുമെന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമാണ്. പ്രാരംഭഘട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂ പറഞ്ഞിരുന്നുവെങ്കിൽ അതിനുശേഷം ട്രഷറി നിയന്ത്രണങ്ങൾ വരെ വരുന്ന സാഹചര്യം ഉണ്ടായി. പൂർണ്ണമായിട്ടും തുക പിൻവലിക്കാൻ സാധിക്കില്ല, ആ ഒരു രീതിയിലൊക്കെ എത്തുകയാണ്. മുൻപ് ഒരു പഴഞ്ചൊല്ലുണ്ട്, പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കും എന്നുള്ള കാര്യം. അതായത് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു രീതിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല അല്ലെങ്കിൽ മറ്റു വരുമാനങ്ങൾ നൽകുന്നില്ല എന്ന് പറയുന്നു. കഴിഞ്ഞിടയ്ക്ക് 4000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. പക്ഷേ ഈ പണമൊക്കെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കിക്കാണേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. വളരെയധികം ദുർച്ചെലവുകളും പാഴ്ചെലവുകളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് ക്ഷേമ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങാതെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് അതൊരു വലിയ ക്രെഡിറ്റ് തന്നെയാണ്. ഈ ഒരു സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനുള്ള 2 കാരണങ്ങളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേമ പെൻഷന്റെ കറക്റ്റ് ആയിട്ടുള്ള വിതരണം. പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഭക്ഷ്യക്കിറ്റ് നൽകുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അത് വളരെ വലിയ ഒരു ആശ്വാസം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നൽകുകയും അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു കാഴ്ചപ്പാടിന്റെ പുറത്താണ് ജനം വീണ്ടും വോട്ട് ചെയ്ത് ഈ ഒരു പ്രസ്ഥാനത്തെ തന്നെ വിജയിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിലത്തെ അവസ്ഥ വെച്ച് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കും പരമാവധി എല്ലാ സാധനങ്ങൾക്കും വളരെയധികം വിലയും അല്ലെങ്കിൽ സബ്സിഡി സാധനങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയും അതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാവുന്ന ഏതൊക്കെ തരത്തിലുണ്ടോ അതെല്ലാം ബുദ്ധിമുട്ടിക്കുക ചെയ്യാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇതെല്ലാം വളരെ വലിയ അസഹ്യമായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇതുതന്നെയായാലും ക്ഷേമ പെൻഷന്റെ വിതരണം ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിയിരുന്ന് കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഈ മാർച്ച് കഴിയുമ്പോൾ തന്നെ ലഭിക്കുമോ എന്നുള്ള, മാർച്ച് 15 ലഭിക്കുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഒന്നുകൂടെ ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.